എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ മദ്ബഹായുടെ നടകളിൽ മേൽ ചവിട്ടിയിട്ടുള്ള എന്റെ കാലുകൾ അഗ്നിക്കനലുകൾ മേൽ ചവിട്ടുവാനായിട്ട് നീ ഉപേക്ഷിച്ച് കളയരുതേ. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധാലയത്തിൽ ആത്മീയ സംഗീതങ്ങൾ നിനക്ക് പാടിയിട്ടുള്ള എന്റെ വായ് മിണ്ടാതിരിപ്പാൻ തക്കവണ്ണം നീ മൗനമാക്കി കളയരുതേ. കർത്താവേ, നിന്റെ വിശുദ്ധ ത്രോണോസിനെ മുത്തിയിട്ടുള്ള എന്റെ അധരങ്ങൾ ജീവാഗ്നിയുടെ കടിഞ്ഞൂലുകളാൽ പൊത്തപ്പെടുവാൻ തക്കവണ്ണം നീ ആക്കി തീർക്കരുതേ. എന്റെ കർത്താവേ, പരമാർത്ഥികളായ ഈ ആടുകൾ നിന്റെ ഓടുവഴികൾ ചൊവ്വായി നടക്കാത്തതിനാൽ അവരുടെ കുറ്റങ്ങൾക്ക് വേണ്ടി നീ അവരോട് യാതൊന്നും പ്രതിപകരം ചെയ്യരുതേ. സങ്കടത്തോടെ ഞങ്ങൾ നിന്നെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ അപേക്ഷയുടെ പ്രാർത്ഥനയുടെ ശബ്ദം നീ കേൾക്കാതിരിക്കരുതേ. എന്റെ കർത്താവേ, ഞാൻ സകല മലിനതകളും കറകളും നിറഞ്ഞവനാകിയാൽ നീ പരിശുദ്ധനാകൊണ്ട് നിന്റെ വിശുദ്ധിയാൽ എന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ കർത്താവേ, ഞാൻ പാപിയാകുന്നു എങ്കിൽ നീ നീതിമാനാകൊണ്ട് നിന്റെ നീതിയാൽ എന്നെ നീതീകരിക്കണമേ. കർത്താവേ, ഞാൻ ദോഷിയാകുന്നു എങ്കിൽ നീ നല്ലവനാകൊണ്ട് നിന്റെ നന്മയാ എന്നെ നല്ലവനാക്കണമേ. കർത്താവേ, ഞാൻ ദുഷ്ടനാകുന്നു എങ്കിൽ നീ സത്യമുള്ളവനാകൊണ്ട് നിന്റെ സത്യത്തിൽ എന്നെ സത്യമുള്ളവനാക്കണമേ. കർത്താവേ, ഞാൻ ബലഹീനനാകുന്നു എങ്കിൽ നീ ബലവാനാകൊണ്ട് നിന്റെ ബലത്താൽ എന്നെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഞാൻ രോഗിയാകുന്നു എങ്കിൽ നീ സൗഖ്യമുള്ളവനാകൊണ്ട് നിന്റെ സൗഖ്യത്താൽ എന്നെ സുഖപ്പെടുത്തണമേ. മുൻപോട്ട് എന്ത് പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികളായി ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും ആത്മാക്കളെയും നിന്റെ തിരുവുള്ളത്താൽ ആശ്വസിപ്പിക്കണമേ. അമ്മാനുവേലാകുന്ന എന്റെ കർത്താവേ, നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് ഏറ്റുമാറാകണമേ. ബാറക്കുമോ ഓശോ വബുകുലസ്മാ ലൗൽമീ.